ഇന്നത്തെ റെസിപ്പി ഗ്രീൻ റൈസാണ്. ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി റൈസാണ് ഗ്രീൻ റൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നെയ്ച്ചോറിൻ്റെ അരി, കൈമ അരി ഒരു 3 കപ്പ് എടുത്തിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറ് വേവിക്കുന്ന പോലെ വേവിച്ചെടുത്താൽ മതി. അധികം കുഴഞ്ഞു പോവാതെ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് മല്ലിയിലയും പുതിനയും. പുതിന 1/2 കപ്പ് പുതിന, 1 കപ്പ് മല്ലിയില. പിന്നെ വേണ്ടത് 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ 1 അല്ലി വെളുത്തുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ തൈരും. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് മാറ്റി വെക്കുക. ഓക്കെ, ഇനി നമുക്കത് കുക്ക് ചെയ്യാം. അതിനുവേണ്ടി ഉള്ളി പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണയിൽ പട്ട ഗ്രാമ്പ് മൂപ്പിച്ചതിന് ശേഷം ഉള്ളി പച്ചമുളക് നന്നായിട്ടൊന്ന് വഴറ്റുക. ഒന്ന് നന്നായി മൂത്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ അരപ്പ്, നല്ല ഗ്രീൻ കളറായി അരച്ച് വെച്ച ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി ഒന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ച് സമയം ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച റൈസ് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യണം. ചോറ് പൊട്ടിപ്പോവാതെ പതുക്കെ ഇളക്കി ഇത് മിക്സ് ചെയ്തെടുക്കുക. ചോറ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, റൈസ് അധികം വെന്ത് പോവാതെ ശ്രദ്ധിക്കണം. ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തത്. അത് നമ്മൾ സാധാരണയായിട്ട് 6 കപ്പ് വെള്ളമാണല്ലോ ചേർക്കുക. ഞാൻ 5.5 കപ്പ് മാത്രം ചേർത്തിട്ടാണ് വേവിച്ചെടുത്തത്. അധികം വെന്ത് കുഴഞ്ഞു പോവാതെ വേവിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കുഴഞ്ഞു പോവാതെ കിട്ടുള്ളൂ. അപ്പോൾ ചോറ് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് പതുക്കെ ഇളക്കി കുഴഞ്ഞു പോകാതെ നല്ല വേറിട്ട് നിൽക്കുന്ന തരത്തിൽ നമ്മൾ ഇളക്കി ചേർത്തെടുക്കണം. അപ്പോൾ റെഡിയായി, നമ്മുടെ ഗ്രീൻ റൈസ് റെഡിയായി. ഗ്രീൻ റൈസ് ചേർത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു സോസി ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് സെർവ് ചെയ്യാം. ഈ സോസി ചിക്കൻ്റെ റെസിപ്പി ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ കാണണം. ആദ്യം ഗ്രീൻ റൈസിൻ്റെ റെസിപ്പീസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനുശേഷം നമുക്ക് സോസി ചിക്കൻ അല്ലെങ്കിൽ ചില്ലി ചിക്കൻ ഏത് വേണമെങ്കിൽ ചേർത്ത് കഴിക്കാം. അപ്പോൾ അതിങ്ങനെ സെർവ് ചെയ്ത് എന്നിട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് വെളുത്ത എള്ള് സ്പ്രെഡ് ചെയ്യുക. പിന്നെ മയോണൈസ് കൊണ്ട് സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സോസും കൂടെ ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിക്കാൻ സൂപ്പറായിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം അറിയിക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. ഓക്കെ, ബൈ.